നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതുപോലെയുള്ള പ്രൈസ് ടാഗുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പ്രൊഡക്റ്റുകളിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രൈസ് ടാഗുകൾ ഒട്ടിക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു വലിയ പ്രൈസ് ടാഗ് നമുക്ക് പ്രിന്റ് ചെയ്ത് ഒട്ടിക്കേണ്ടി വരും. അത് തന്നെയല്ല, ചില സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഈ പ്രൈസ് ടാഗിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, പഴയ കാലത്തെ ലൈൻ ബാർകോഡ് അഥവാ 1D ബാർകോഡ് മാറ്റിയിട്ട് എല്ലാത്തിനും ഇപ്പൊ 2D ബാർകോഡ്, അതായത് QR കോഡ് ടെക്നോളജിയാണ് ഇപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ കാണുന്ന റീറ്റെയിൽ ഡാഡി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. വളരെ എളുപ്പത്തിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ റീറ്റെയിൽ ഡാഡി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഓഫീസാണിത്, റെയിൻഡെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡിന്റെ ഓഫീസ്. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ ഉണ്ട്, സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ്, അതിന്റെ ഇൻസ്റ്റലേഷൻ, അതിന്റെ ഹാർഡ്വെയർ കണക്ടിവിറ്റി എല്ലാം നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്തു കൊടുക്കാനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. പിന്നെ കസ്റ്റമർ കെയറിന്റെ സ്പെഷ്യൽ ടീമുണ്ട്. കസ്റ്റമർ കെയർ ഫോൺ എടുക്കാൻ വേണ്ടി തന്നെ 7-8 പേരുണ്ട്. 70-ലധികം എംപ്ലോയീസ് ഉണ്ട് ഈ ഓഫീസിൽ, ഓൺലി ഫോർ ആഫ്റ്റർ സെയിൽസ് സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ എല്ലാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ടാഗ് നിർമ്മിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടൊന്ന് പഠിക്കാം. സാധാരണഗതിയിൽ നമുക്ക് ടാഗ് ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ടാഗ് നിർമ്മിച്ച് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് സെയിൽ പാനൽ ജസ്റ്റ് ഒന്ന് കണ്ടു കളയാം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെയിൽ പാനലാണ് ഇതുണ്ട്. ഇത് റീറ്റെയിൽ ഡാഡിയുടെ ഒരു സ്റ്റാൻഡേർഡ് സെയിൽ പാനൽ, ERP ബേസ്ഡ് സെയിൽ പാനൽ. അത് കൂടാതെ തന്നെ 2 സെയിൽ പാനലുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്. ഇതൊരു സെയിൽ പാനൽ. നമുക്ക് ഇവിടെ തൊട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഈ പ്രൊഡക്റ്റുകളിൽ തൊട്ട് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ബില്ല് വരും. കണ്ടില്ലേ, നമുക്കിവിടെ ജസ്റ്റ് പേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ബില്ല് പ്രിന്റ് ഔട്ട് ആയി. കണ്ടില്ലേ, സിമ്പിൾ. നമുക്ക് ആർക്കും വന്നിട്ട് ബില്ലടിക്കാവുന്ന അത്ര സിംപ്ലിസിറ്റിയാണ് ഇതിന്റെ ഒരു സെയിൽ പാനൽ. നമുക്ക് കാണാൻ സാധിക്കും ഈ ബോഡി കെയർ ഉണ്ടോ, ഈ ഐറ്റംസ് എല്ലാം ഒരു കാറ്റഗറിയിൽ, കോസ്മെറ്റിക്സ് ഐറ്റംസ് വേറെ, ഡ്രസ്സസ് വേറെ. ഇതിന്റെ എല്ലാം ഇമേജ് AI ബേസ്ഡ് ടെക്നോളജിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പ്രൊഡക്റ്റുകൾ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഇമേജ് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉണ്ട് ഈ സോഫ്റ്റ്വെയറിനകത്ത്. ഗൂഗിൾ ഇമേജ് ഗാലറിയിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഇമേജ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് അതിനകത്തേക്ക് സേവ് ചെയ്യും നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തേക്ക്. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾക്ക് ഇമേജ് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ 99.9% കറക്റ്റ് ആക്യുറേറ്റ് ഇമേജ് ആയിരിക്കും കൃത്യമായിട്ട് കൊണ്ടുവന്നിടുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം, നമ്മുടെ ടാഗിലേക്ക് എങ്ങനെയാണ് നമുക്ക് ടാഗ് പ്രിന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള പേജിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നതെന്ന് വെച്ചു. എക്സാമ്പിൾ കിഡ്സിന്റെ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ ഇതിനെ കിഡ്സ് വെയർന്നോ കിഡ്സ് കോംബോ സെറ്റ് എന്നോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പേരിടാം. കാരണം ഇതിനകത്ത് കുറച്ചധികം ഐറ്റംസ് ഉണ്ടാവും, മേ ബി ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ കിഡ്സ് കോംബോ സെറ്റ് എന്നുള്ള പേരിലാണ് ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ജനറലിൽ പോയിട്ട് നമുക്ക് ഇതിന്റെ ഏത് കാറ്റഗറിയിൽ ഇടണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ബോഡി കെയറിനകത്ത് ഇടുക. പിന്നെ ഇതിനകത്ത് പാർട്ട് നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ ഇടാം. നമുക്ക് ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇട്ടു. പിന്നെ ഇതിന്റെ പർച്ചേസ് പ്രൈസ് ഫോർ എക്സാമ്പിൾ 100 രൂപയാണ്. നമ്മളിപ്പോൾ വിൽക്കാൻ പോകുന്നത് ഒരു MRP 600 രൂപയാണ്. അല്ലെങ്കിൽ ഒരു 1000 രൂപ ഇടുക. 1200 MRP, 1100 സെയിൽ പ്രൈസ്, ഒരു 1000 രൂപ ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ്. നമുക്കൊരു 10 പീസ് വന്നെങ്കിൽ 10 പീസ് ഞാൻ എൻ്റർ ചെയ്തു. ടാക്സിന്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്തു, പീസസ് ആഡ് ചെയ്തു. കണ്ടില്ല, ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്തെന്ന് നോക്കാം. ഒന്ന്, പ്രൊഡക്റ്റിന്റെ പേര്, കാറ്റഗറി സബ് കാറ്റഗറി സെലക്ട് ചെയ്തു. പിന്നെ പർച്ചേസ് പ്രൈസ് ഇട്ടു, സെയിൽ പ്രൈസുകൾ ഇട്ടു, ക്വാണ്ടിറ്റി ഇട്ടു. ഈ ബാർകോഡ് ബൈ ഡിഫാൾട്ട് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റുകളിൽ ബൈ ഡിഫാൾട്ട് ഓൾറെഡി ബാർകോഡ് ഉണ്ടെങ്കിൽ ഇത് മായ്ച്ചു കളഞ്ഞിട്ട് ആ ബാർകോഡ് അങ്ങ് സ്കാൻ ചെയ്താൽ മതി, ഈ ബാർകോഡ് സ്കാനർ വെച്ചിട്ട്. അപ്പൊ ആ പ്രൊഡക്റ്റിന് ബാർകോഡ് ഇവിടെ വന്നോളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് സെയിൽ ചെയ്യാനും സാധിക്കും. ഇത്ര ഇൻഫർമേഷൻസ് ആഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ, ഫോർ എക്സാമ്പിൾ കളർ, സൈസ് മുതലായവ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറ്റും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടില്ലേ സൈസ്, നമുക്കിവിടെ XL എന്നോ XXL എന്നോ ഇടാം. അല്ലെങ്കിൽ ലാർജ് സൈസ്. ഫോർ എക്സാമ്പിൾ കളർ, പിങ്ക് കളർ, ഇതെല്ലാം ആഡ് ചെയ്യാം. പിന്നെ ബാച്ച് നമ്പർ വേണമെങ്കിൽ ബാച്ച് നമ്പർ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിന്റെ BBC 112 സംതിങ് ലൈക്ക് ദിസ്
ഇങ്ങനെ പിന്നെ എക്സ്പയറി ഡേറ്റിന്റെ ആവശ്യമില്ല ഇത്തരം പ്രോഡക്റ്റുകൾക്ക്. അപ്പൊ വേറെയുള്ള പ്രോഡക്റ്റുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ചില പ്രോഡക്റ്റുകൾക്ക്, അത് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. അതെല്ലാത്തിനുള്ള പ്രൊവിഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ നമുക്ക് ഒരേ ഇതിൽ തന്നെ നമുക്ക് ഒന്നിലധികം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്, പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഞാനിവിടെ അത് തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുവാണ്. 1200 നമ്മുടെ 1000 രൂപ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ആഡ് കൊടുത്തു. ഇനി വേറെ ഏതെങ്കിലും സെയിം പേരിൽ തന്നെ വേറെ ഇപ്പം ഡിഫറെന്റ് പ്രൈസ് ഉള്ള, ഇപ്പൊ നമുക്ക് ഈ ഒരു പേരിൽ തന്നെ ഒരു 2-3 ബോക്സ് കൂടി ഉണ്ട്, അത് ഇവിടെ തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇവിടെ വേറൊരു ഐറ്റംസ് 5 പീസ് വന്നു, അതിന്റെ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് പ്രൈസിൽ നമുക്ക് 120 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. MRP 160 രൂപ, അല്ല സോറി 1600 രൂപ. റീറ്റെയിൽ പ്രൈസ് 1500 രൂപ. കണ്ടില്ലേ, ഹോൾസെയിൽ പ്രൈസ് 1400 രൂപ. ഇതിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് ഗ്രേ, സോറി സൈസ് മീഡിയം ആൻഡ് കളർ ഗ്രേ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ. സീരിയൽ നമ്പർ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തു, അണ്ട് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ ഒന്നിലധികം പ്രൊഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരേ എൻട്രി തന്നെ. അപ്പൊ അതിന്റെ സ്റ്റോക്ക് അടക്കം നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്കിത് സേവ് ചെയ്യാം, സക്സസ്ഫുള്ളി സേവ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഇതുപോലുള്ള ലേബൽ, അതായത് പ്രൈസ് ടാഗുകൾ പ്രിന്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് ഈ റീറ്റെയിലിൽ ആഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അത് ചെയ്യാനായിട്ട്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ബാർകോഡ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ 2 പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ആഡിൽ കൂടി ആഡ് ചെയ്തത്. ആ 2ന്റെ ക്വാണ്ടിറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിന് നമുക്ക് 10 പീസ് പ്രിന്റ് ചെയ്യണം, നമുക്ക് ഒരു 5 പീസ് വെച്ച് പ്രിന്റ് ചെയ്യണം 2ന്റെ. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എത്ര പ്രിന്റ് വേണം എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ 2ലും ക്ലിക്ക് ചെയ്യാം. അനവധിയായിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഇതിനകത്തുണ്ട്, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇത് ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട്. ഇത് പല സൈസ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇനി ഏതെങ്കിലും ടെംപ്ലേറ്റുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. അതാണ് ഈ റീറ്റെയിൽഡ് ആഡി സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഇവിടെ സെലക്ട് ചെയ്തു, അതിന്റെ ഒരു പ്രിവ്യൂ ഒന്ന് കണ്ടു കളയാം. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ പ്രിവ്യൂ വന്നു കഴിഞ്ഞു. അപ്പൊ ഈ പ്രിവ്യൂവിനകത്ത് നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ താഴെ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം ഷോപ്പിന്റെ പേരുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഏറ്റവും മുകളിൽ കാണുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പേരാണ്, ഇത് പ്രൊഡക്റ്റിന്റെ പേരാണ്, ഇത് ഈ പ്രൊഡക്റ്റിന്റെ QR കോഡാണ്, ഇതിന്റെ കളറ് പിങ്ക് കളറ്, ബാച്ച് നമ്പർ, പാർട്ട് നമ്പർ, ലാർജ് സൈസ്, സെയിൽ പ്രൈസ്, MRP, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വന്നു. ഇനി ഇത് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് പ്രിന്റ് ബട്ടണിലേക്ക് കൊടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് TVSന്റെ LP46 നിയോ എന്ന് പറഞ്ഞ പ്രിന്ററിലേക്കാണ്. അപ്പൊ നമ്മൾ അതിന്റെ പ്രിന്റ് ഒന്ന് നോക്കിക്കളയാം. 90/55 എന്നുള്ള സൈസിലേക്കാണ് ഇത് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആൻഡ് അപ്ലൈ ആൻഡ് പ്രിന്റ്. ഞാൻ അവിടെ പ്രിന്റ് കമാൻഡ് കൊടുത്തപ്പോൾ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ആ പ്രിന്റ് വരുന്നത് നോക്കി. കണ്ടില്ലേ, വളരെ ഷാർപ്പായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്കിതൊന്ന് കീറിയെടുക്കാം, എന്നിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്ന് കാണാം. അപ്പോൾ ഇത് കാണാൻ സാധിക്കും ഡീറ്റെയിൽ ആയിട്ട്. കണ്ടില്ലേ, നമ്മൾ 5 പീസ് 5 പീസാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടില്ലെന്ന് നോക്കി. ഇത് നമുക്ക് ഇതിന്റെ സ്റ്റിക്കറാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഇതിങ്ങനെ നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് പൊളിച്ചെടുക്കാം. കണ്ടോ, ഇതിന്റെ പുറകിൽ നമുക്ക് പശയുണ്ട്, നല്ല പശയാണ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഇതുപോലെ നമുക്ക് ഒട്ടിക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിക്കാം. കണ്ടോ, ഞാൻ വേറൊരു സ്റ്റിക്കർ കണ്ടോ, ഇതിങ്ങനെ പൊളിച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു സ്റ്റിക്കർ ഇപ്പൊ റെഡ് കളറ്, നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. കണ്ടില്ലേ, എത്ര മനോഹരമായിരിക്കും നോക്കൂ. ഇനി മഞ്ഞ കൂടി ഒട്ടിച്ച് നോക്കാം, ഏതാണ് നല്ലതെന്ന് നമുക്ക് നോക്കിക്കളയാം. ഈ ഒരു സ്റ്റിക്കറെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം തരാം. ഇത് പർച്ചേസ് ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്കിത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കി. കേട്ടോ, ഇതിൽ ഏതാ ബെസ്റ്റ് നോക്കൂ. ഇനി നമുക്കിത് സ്കാൻ ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്കിത് സെയിൽ ചെയ്യാനും സാധിക്കും. എങ്ങനെയാണ് നമുക്കിത് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. 2 സെയിൽ പാനലിൽ നമുക്ക് സെയിൽ ചെയ്യാം. 2 നമുക്ക് സെയിൽ ചെയ്ത് നോക്കിക്കളയാം. നമുക്ക് ഈ സെയിൽ എന്നുള്ള ഒരു ഓപ്ഷനിൽ ചെന്നു നമുക്കിവിടെ
ക്യാഷ് സെയിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്കിവിടെ സ്കാൻ ചെയ്താൽ മാത്രം മതി. ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാണ്. ഈ ഒരു QR കോഡ് ഞാൻ സ്കാൻ ചെയ്യാൻ പോകുന്നു. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം തന്നെ നമുക്കിവിടെ കിഡ്സ് കോമ്പോസിറ്റ് എന്ന് വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് ഒള്ളി ക്യാഷ്, ഇനി വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ക്യാഷ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു, യെസ് കൊടുത്തു, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ പ്രിന്റ് കിട്ടി കഴിഞ്ഞു. എത്ര സിമ്പിൾ ആണെന്ന് നോക്കി റീറ്റെയിൽ ഡാഡി സോഫ്റ്റ്വെയറിനകത്ത് സെയിൽ ചെയ്യുക എന്നുള്ളത്. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബട്ടൺസിലും അവിടെ ഇവിടെയൊക്കെ കുത്തി കുറെ എൻട്രിയും ചെയ്ത് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇനി അതല്ല, നമുക്ക് ഇവിടെ സെയിൽ ചെയ്യണം, ഈ സെയിൽ പാനലിൽ സെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ട, ഇത് വേറൊരു സെയിൽ പാനലാണ്. ഇവിടെ നമുക്ക് അതുപോലെ സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യാം. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്കാൻ ആകും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ഇവിടെ പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ക്യാഷ് കൊടുക്കുക, കഴിഞ്ഞു, എൻ്റർ കൊടുത്തേക്കുക. കണ്ടില്ലേ എത്ര സിമ്പിൾ ആയിട്ടാണ് പ്രിന്റ് വന്ന് നോക്കൂ. 2 സെയിൽ പാനലിൽ നമുക്ക് ഇതുപോലെ സെയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളിപ്പോ ഈ സ്കാൻ ചെയ്തില്ല, നമുക്ക് ഏത് കാറ്റഗറിയിൽ നമ്മളിത് ആഡ് ചെയ്തെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ബേബി കെയർ കോസ്മെറ്റിക്സിലാണ് ആഡ് ചെയ്തത്. കണ്ടില്ലേ, അപ്പൊ ഇതിനകത്ത് തൊട്ട് കൊടുത്താലും മതി. കണ്ടില്ലേ, ബേബി കെയർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, ക്യാഷ് കൊടുത്തു, പ്രിന്റായി. വളരെ ഈസി ആയിട്ട് നമുക്ക് അത് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, കേട്ടോ ഇത്ര സിംപ്ലിസിറ്റി ആണെന്ന് നോക്കിയേ. ഈ സോഫ്റ്റ്വെയറിനകത്ത് നിരവധി അനവധിയായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. AI ടൂൾസുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റിപ്പോർട്ട്സിന്റെയും റെക്കോർഡ്സിന്റെയും ഒരു സാഗരം തന്നെയുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് കിട്ടും, നമ്മുടെ GSTR1, GSTR3B റിപ്പോർട്ടുകളെല്ലാം. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ജെന്യുവൻ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കസ്റ്റമർ കെയർ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. നമുക്ക് 2 ടീമാണുള്ളത്, ഒന്ന് പ്രൈമറി ടീം, ഒന്ന് ജനറൽ സർവീസ് ടീം. പ്രൈമറി ടീം സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് ആദ്യത്തെ 10 ദിവസത്തേക്ക് സ്പൂൺ ഫീഡ് സർവീസ് കൊടുക്കുന്ന ടീമാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെ 10-25 ആൾക്കാരുണ്ട്. അപ്പൊ ഈ നമുക്ക് ആദ്യത്തെ ഒരു സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സർവീസ് വേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ടീമിനെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ജനറൽ സർവീസ് ടീമുണ്ട്. ഈ ഓരോ ഫോൺ എടുക്കാൻ തന്നെ 7 പേരിൽ കൂടുതലുണ്ട്, ഓൺലി ഫോർ അറ്റൻഡിങ് ദ കോൾ. ആ എടുക്കുന്ന ആൾക്കാർ പല ആൾക്കാർക്കും റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. പല പല കാറ്റഗറി ഉള്ള ആൾക്കാരുണ്ട്. അതായത് നമുക്ക് ഹാർഡ്വെയറുകൾ സെറ്റ് ചെയ്യേണ്ട പ്രത്യേക ആൾക്കാരുണ്ടാവും, നമ്മുടെ ഈ ഡേറ്റാബേസിന്റെ ആൾക്കാരുണ്ടാവും, സോഫ്റ്റ്വെയറിന്റെ പ്രോഗ്രാമേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ, അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും, അതല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൃത്യമായിട്ട് അവരത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ റെയിൻടെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡിന് സാധിക്കും. നമ്മുടെ ഓഫീസ് ഉള്ളത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് വടയാർ എന്ന സ്ഥലത്താണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പോ സപ്പോർട്ടോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. 8078311945 അല്ലെങ്കിൽ 8606093110. Thank you so much for watching this video. Thank you. Bye bye.